ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. ഇതിനകത്തെ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അതിനകത്ത് എൻ്റെ മുഖത്ത് മുഴുവൻ ക്രീം ഇങ്ങനെ പുരട്ടിയ ഒരു ഓയിൽ പോലെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നറിയാവാ? സൺസ്ക്രീനാണ്. രാവിലെ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന എൻ്റെ ചക്കര സഹോദരങ്ങളെ, മഹാലക്ഷ്മികളെ, പിന്നെ കുറച്ച് പൂതനകളും ഇതിനകത്ത് കയറി പറ്റിയിട്ടുണ്ട്. അവരും അറിയാൻ വേണ്ടിയിട്ട്, ഈ മോശം കമൻറ്റിട്ട പൂതനകളും അറിയാൻ. നിങ്ങളെപ്പോലെ വെറുതെ കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? എനിക്ക് ജോലി ചെയ്യണം. ഞാൻ ഭയങ്കര ചിലവുള്ള സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് അതിന് വേണ്ട പണം ഉണ്ടാക്കണം. നല്ല വസ്ത്രം ധരിക്കാനും നല്ല ചെരുപ്പ് മേടിക്കാനും നല്ല ബാഗ് മേടിക്കാനും ഇതൊന്നും ബോവൻ ചേട്ടൻ കാശ് തരത്തില്ല. ബോവൻ ചേട്ടൻ ഭയങ്കര പാവമൊക്കെയാണ്. പക്ഷേ ബോവൻ ചേട്ടൻ കാശ് വിട്ട് കളിക്കത്തില്ല. അതൊക്കെ വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കാശുണ്ടാക്കണം. ബോവൻ ചേട്ടൻ എനിക്ക് നല്ല പാർട്ട്ണറാണ് എന്ന് വെച്ച് ബോവൻ ചേട്ടൻ കാശെടുത്ത് ഇങ്ങനെ ധാരാവി കളിച്ചൊന്നും തരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പല മാർഗത്തിലൂടെ നല്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ബോവൻ ചേട്ടൻ പാവം, സിംഗിൾ ബോബൻ ഭയങ്കരിയാണെന്ന് കുറേ കമൻറ്റ് കണ്ടുകൊണ്ട് പറയുക. അതൊരു പാവം ചേട്ടനായതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമല്ലോ പൊന്നു മക്കളെ. രാവിലെ 6 മണിയാകുമ്പം പോയാൽ വന്ന് കയറുന്നത് രാത്രി വൈകുന്നേരം 6, 7, 8, 9 മണിക്ക് ഇടയ്ക്കാണ്. എൻ്റെ പണി തീരുന്നതനുസരിച്ചാണ് ഞാൻ കയറി വരുന്നത്. രാവിലെ ഇവിടുന്ന് പോയ ചൂടത്ത് നിന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വിയർത്ത് കുളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചൂട് കൊള്ളാതിരിക്കാനുള്ള സൺസ്ക്രീനാണ് മുഖത്ത് പുരട്ടിയിരിക്കുന്നത്. അത് സൺസ്ക്രീൻ പുരട്ടി ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മുടെ ശരിക്കും സ്കിന്നുമായിട്ട് അബ്സോർവ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഞാനത് പുരട്ടിയിട്ട് വേഗം പോയിലോട്ട് ഇറങ്ങി ധൃതിയിൽ പോയതുകൊണ്ട് അപ്പോഴാണ് ഒരു വീഡിയോ പിടിച്ചത്. സന്തോഷത്തോടെ വീഡിയോ പിടിച്ചതാണ്. പക്ഷേ മോശം കമൻറ്റുകൾ. അതിൽ വിദ്യാവിശ്വംഭരം നമ്മുടെ അടുത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവളെ മുമ്പ് ഞാൻ എൻ്റെ കമ്പനി വന്ന് ജോലിക്ക് വന്ന് നിന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. കാരണം ശരീരം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ശരീരം എനിക്ക് ജോലി, എനിക്ക് ജിൽ ആയിട്ട് നിൽക്കുന്നവരെ മതി ജോലിക്ക്. അല്ലാത്ത അഴകുഴമ്പികളെയും വാഴകളെയൊന്നും എനിക്ക് ജോലിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ പുള്ളിക്കാരിയാണ് ബോവൻ ചേട്ടനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്ത് കാണാമെന്ന്. ഞാൻ എവിടെയെങ്കിലും ജീവിക്കും. വല്ല വീട്ടുവില എടുത്താണേലും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. വീട്ടുവില ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ വീട്ടിലൂടെ കൊണ്ട് റെസ്റ്റോറൻറ്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഇപ്പോഴും ആ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വൈകുന്നേരം കയറി വരുന്നത്. അത്രയും നേരം ഓരോ വിധത്തിൽ ഓരോ ജോലിക്ക് പൈസ ഉണ്ടാക്കുന്ന മാർഗ്ഗങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് വരുമാനവും ഉണ്ട്. മനസ്സിലായേ? അപ്പോൾ ഇതൊന്നും അറിയാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. സ്ത്രീകളെ തന്നെ ഒരാൾ ജീവിക്കുന്നതിന് ഇങ്ങനെ അസൂയുണ്ടോ? നിങ്ങൾക്കിത് പറ്റുമോ? ഞാൻ എന്തെല്ലാം മേഖലയിൽ എന്തെല്ലാം ബിസിനസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനൊരു ദോഷം ചെയ്തിട്ടുണ്ടോ? നല്ല മോട്ടിവേഷൻ വീഡിയോ, ഏത് തളർവാദം വന്ന് കിടക്കുന്നവന് എഴുന്നേറ്റിരിക്കാൻ വേണ്ട വീഡിയോകളാണ് ഞാൻ ചെയ്തിരുന്നത്. നല്ല ഭക്തിയിലേക്ക് തിരിയാനുള്ള മാർഗ്ഗങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നല്ല സംസാരം ഞാൻ തരുന്നത് നല്ല സംസാരമാണ്. നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് പകർന്നു തരേണ്ടത്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം, എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാം, നമ്മളെങ്ങനെ സ്വന്തം കാലിൽ നിൽക്കണം, നമ്മൾ എല്ലാ മനുഷ്യർക്ക് പ്രയോജനമുള്ള, നിങ്ങൾക്ക് പ്രചോദനം തരുന്ന വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ടാണ് എന്നെ ഈ കമൻറ്റ് പറഞ്ഞത് സിംഗിൾ ബോബനെ കിട്ടില്ലായിരുന്നു, എന്തിൻ്റെ ബോബൻ്റെ കാശ് കൊണ്ട് സുഖിക്കുന്ന. ഒരിക്കലും അല്ല. ബോബനടുത്ത് ഇനി ബോബൻ വന്നിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. ബോബൻ്റെ കാശൊന്നും ഞാൻ എടുക്കാറില്ല. ബോബൻ എനിക്ക് പൈസ തരാൻ ബോബൻ അങ്ങനത്തെ വരുമാനമില്ല. ബോബനുള്ള കുറച്ച് സ്ഥലമൊക്കെ അത് എവിടെയൊക്കെ കിടപ്പുണ്ട്. ഞങ്ങളതൊന്നും നോക്കാറില്ല. എനിക്ക് സ്വാതന്ത്ര്യത്തോടെ പണം എടുക്കണം. എൻ്റെ മക്കൾക്കും എനിക്കും ജീവിക്കണം. പിന്നെ എൻ്റേതായ എനിക്ക് ഒരുപാട് ചിലവൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നോർത്താണ് ഇത് പറയുന്നത്. എന്നെ അറിയാവുന്ന എൻ്റെ മഹാലക്ഷ്മികൾക്കൊക്കെ അറിയാം. കുറച്ച് പൂതനകൾക്കാണ് ഇത് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ ജീവിതം കൊണ്ടിട്ട് എല്ലാ ഡ്രസ്സും ഒരുക്കും ഒക്കെ കാണുമ്പം നടപ്പുമൊക്കെ കാണുമ്പോൾ ഇവരൊരുക്കുവേ ഇവളെല്ലാം ബോബൻ്റെ കാശാണ്. അങ്ങനെ ഒരു ഭൂതിയൊന്നും വേണ്ട. ബോബൻ അങ്ങനെ കാശൊന്നും അടിച്ച് ബാങ്കിലൊന്നും ഇട്ടിട്ടില്ല. ബോബൻ സാധാരണ വീട്ടിൽ നിന്നുള്ളൊരു സാധാരണ മനുഷ്യനാണ്. അവർക്ക് പണവും സ്വത്തിന് അവരെ പൂർവ്വീരായിട്ടുണ്ടെങ്കിൽ കുറേ സ്വത്തുക്കളുണ്ട്. അത് അവിടെ കിടപ്പുണ്ട്. ഞങ്ങളതൊന്നും എടുത്തിട്ടില്ല. എനിക്കതൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ബിഗ് സീറോയിൽ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ അറിയാവുന്ന ഒരുപറ്റ മഹാലക്ഷ്മികൾ എൻ്റെ അടുത്തുണ്ട്. അതൊരു പാവം ചേട്ടനായതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് സഹോദരങ്ങളെ ജീവിക്കുന്നത്. പാവം ചേട്ടനൊക്കെയാണ്. ബോബൻ ചേട്ടൻ എനിക്കൊരു ജീവിതം തന്ന എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു കൂട്ടുകാരനാണ്, നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു എല്ലാം. അച്ഛനെയും അച്ഛനെ പോലെ, ഫ്രണ്ടിനെ പോലെ, സുഹൃത്തിനെ പോലെ, ഹസ്ബൻഡിനെ പോലെയൊക്കെ നിൽക്കാൻ പറ്റിയൊരു പാർട്ട്ണർ എനിക്ക് കിട്ടി. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ തോളോടൊപ്പം തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ആണിനെയാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ അങ്ങേർക്ക് ഇതിൽ എന്നേക്കാൾ നല്ല അടിപൊളി സ്ത്രീയോടെ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം.
അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ അദ്ദേഹം എന്നെ കൂടെ കൂട്ടുമോ? വെറും വാഴേനെയൊന്നും കൂടെ കൂട്ടത്തില്ല ബോബൻ, കേട്ടാ. സിങ്കുമയുടെ നല്ല മനസ്സും, നീലാംബരി ഒരു കമൻറ്റ്, നല്ല മനസ്സും കഠിനാധ്വാനവും നിരന്തരമായ പ്രാർത്ഥനയും കണ്ടു മനസ്സ് നിറഞ്ഞ ശ്രീ ഗുരുവായൂരപ്പൻ കൊടുത്ത ഗിഫ്റ്റാണ് ഈ ജീവിതം. ഞാൻ വെറുതെ ബോബൻ തരുന്ന ഭക്ഷണവും കഴിച്ച് ഞാൻ എവിടെയെങ്കിലും മൂലയ്ക്ക് വെറുതെ ഇരുന്നാൽ ഒരു കാരണവശാലും എനിക്ക് ഇങ്ങനൊരു ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങി പ്രവർത്തിച്ച്, എൻ്റെ ബോബൻ എൻ്റെ പിന്നിലുണ്ട്, ആ സ്നേഹത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടം വരെ എത്താൻ പറ്റിയത്. അത് ബോബൻ്റെ കാശ് കൊണ്ടല്ല, മനസ്സിലായി. ബോബൻ്റെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്. ഓക്കെ, ബോബൻ്റെ ആൾക്കാരൊക്കെ കേട്ടോണ്ടിരിക്കുമല്ലേ, ബോബൻ്റെ പണം കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. അത് വേറൊരു അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബോബൻ്റെ പണം കൊണ്ട് ബോബനെ കൊണ്ട് ജീവിക്കുന്നു ഒരിക്കലുമല്ല. ഞാൻ എന്നെക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്, ബോബനെ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, കേട്ടാ. പിന്നെ എനിക്ക് എന്താ പറയാനുള്ള കാര്യം, ഇതൊക്കെ എനിക്ക് പറയണമെന്ന് ഓർത്ത്. എൻ്റെ ബോബൻ ഭയങ്കര പാവമാണ്. ബോബൻ എൻ്റെ അത്ര ഒരു സാധു മനുഷ്യൻ, വലിയ സാമർഥ്യമൊന്നുമില്ല. സാമർഥ്യക്കാരി ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് എന്നോട് നിങ്ങൾക്ക് അമർഷം തോന്നുന്നത്. എനിക്ക് സാമർഥ്യം ഇല്ലെങ്കിൽ രണ്ടുപേരും പഞ്ചപാവങ്ങളായിട്ടിരുന്ന പണം ഉണ്ടാവുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ? എൻ്റെ സാമർഥ്യം കൊണ്ടാണ് ബോബൻ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അത് ജീവിക്കാൻ വേണ്ടിയുള്ള സാമർഥ്യം. ഞങ്ങളെല്ലാം ഒന്നേ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത്. അതിൽ ചുക്കാൻ പിടിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ബുദ്ധി തന്നെയാണ് എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്നത്. എൻ്റെ ബോബൻ എനിക്ക് സപ്പോർട്ട് തരുന്നു, അത്രേ ഉള്ളൂ, കേട്ടോ. അത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് വേണേൽ ബോബന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിന്ന് നോക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടോ. ഒരുപാട് പേര് ഇത് മനസ്സിലാക്കുന്നവരുണ്ട്. ശരിക്കും സ്ത്രീകളുടെ അസൂയ കൊണ്ട് ഇവരൊന്ന് മനസ്സിലാക്കാതെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, ഓ പാവം ബോബൻ ചേട്ടൻ. അങ്ങനെയുള്ള ചേട്ടൻ എന്തുകൊണ്ട് സിംഗമ്മയ്ക്ക് കിട്ടി? പാവം ബോബൻ ചേട്ടൻ. ഞാൻ നല്ല സ്ത്രീയായോണ്ടാണ് കിട്ടിയത്. ഞാൻ നല്ല സ്ത്രീ തന്നെയാണ്, ഇതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ ഫാമിലിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ കുടുംബക്കാർക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ ബോബന് നല്ല ബോധ്യമുണ്ട്, ബോബൻ്റെ ആൾക്കാർക്ക് നല്ല ബോധ്യമുണ്ട്, കേട്ടാ. പൂതനകൾക്കൊരാശ്വാസം വരട്ടെന്ന് ഓർത്ത് ഞാൻ നിങ്ങളെപ്പോലെ ചൊറിയും കുത്തിയിരുന്ന് കണ്ടവൻ്റെ വീഡിയോയുടെ താഴെ വന്ന് മോശം കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുമല്ല. ആ സമയത്ത് കഷ്ടപ്പെട്ട് 10 രൂപ ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. അതിൻ്റെ സുഖവും സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എൻ്റെ മഹാലക്ഷ്മികളെ, കേട്ടാ. എല്ലാം പോയി. ഇനി അടുത്ത പൊട്ടി ഇടണം, മുഖത്ത് എന്തെങ്കിലും ഗ്ലോ ഒക്കെ കിട്ടാൻ. ജോലിയൊക്കെ ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഇത്രയും പറഞ്ഞില്ലല്ലേ, എനിക്ക് പറ്റത്തില്ല ചക്കരകളെ. എനിക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, എല്ലാം പറയണം അപ്പം തന്നെ, കേട്ടോ. ഓക്കെ.